ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിലെയും പശ്ചിമബംഗാളിലെ ഒന്നാം ഘട്ടത്തിലേക്കുമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഇന്ന് നടന്നു. 5 മണിവരെ തമിഴ്നാട്ടിൽ 82.24% പശ്ചിമബംഗാളിൽ 89.93% പോളിംഗ്. തൃശൂർ വെടിക്കെട്ടുപുര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരം ആചാരപരമായ ചടങ്ങുകൾ മാത്രമാക്കി നടത്താൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. വെടിക്കെട്ട് ഒഴിവാക്കി കുടമാറ്റം 15 മിനിറ്റ് മാത്രം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യത. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലും ആംബുലൻസുകളിലും സൂര്യാഘാതം നേരിടാനുള്ള പ്രഥമ ശുശ്രൂഷ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ DMO റിപ്പോർട്ട് തേടി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ ഒന്നാം ഘട്ടത്തിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഇന്ന് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം തമിഴ്നാട്ടിൽ 82.24%, പശ്ചിമബംഗാളിൽ 89.93% പോളിംഗ്. രാവിലെ 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായിരുന്നു വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4-നാണ്. ഗുജറാത്തിലെ ഉംറേദ് നിയമസഭാ മണ്ഡലത്തിലും മഹാരാഷ്ട്രയിലെ ബാരാമതി, രാഹുരി മണ്ഡലങ്ങളിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 5 മണിവരെ ഉംറേദിൽ 54.43%, ബാരാമതിയിൽ 52.44%, രാഹുരിയിൽ 50.68% പോളിംഗ് രേഖപ്പെടുത്തി. തൃശൂർ പൂരം ആചാരപരമായ ചടങ്ങുകൾ മാത്രമാക്കി നടത്താൻ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. വെടിക്കെട്ട് ഒഴിവാക്കാനും തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഇന്ന് തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമായത്. ആചാരം പാലിക്കുന്നതിനായി ഒരു കതിനയോ കുഴിമിന്നലോ മാത്രമാകും സമ്പൂർണ്ണ വെടിക്കെട്ടിന് പകരമായി ഉണ്ടാവുക. കുടമാറ്റത്തിൽ കുടകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും. കുടമാറ്റത്തിന്റെ സമയദൈർഘ്യവും കുറച്ചു. കുടമാറ്റത്തിന് ഇത്തവണ 15 മിനിറ്റ് മാത്രമാണ് ദൈർഘ്യമുണ്ടാവുക. 15 ആനകൾ വീതമാണ് പാറമേക്കാവിനും തിരുവമ്പാടിക്കും കുടമാറ്റത്തിൽ പങ്കെടുക്കുക. തൃശൂർ വെടിക്കെട്ട് അപകടം നടന്ന മുണ്ടത്തിക്കോട് പാടശേഖരത്തിൽ ഇന്ന് നടന്ന പരിശോധനയിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. 10 മൊബൈൽ ഫോൺ അവശിഷ്ടങ്ങളും കണ്ടെത്തി. അപകട സമയത്ത് 37 പേരാണ് ഉണ്ടായിരുന്നത്. അതേസമയം അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള സഹായം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉഷ്ണതരംഗ സാധ്യത പരിഗണിച്ച് കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലും ആംബുലൻസുകളിലും സൂര്യാഘാതം നേരിടാനുള്ള പ്രഥമ ശുശ്രൂഷ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് താപനില ഉയർന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. വേനൽ കനക്കുകയാണ്. കേരളം ചുട്ടുപൊള്ളുകയാണ്. ചൂടിൽ നിന്നും നമ്മളെപ്പോലെ തന്നെ പക്ഷിമൃഗാദികൾക്കും കരുതൽ ആവശ്യമുണ്ട്. പൊള്ളുന്ന വേനലിൽ കിളികൾക്ക് ദാഹജലമൊരുക്കാനായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം കിളികളും കൂളാകട്ടെ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. വിശദാംശങ്ങളുമായി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വേനലിൽ കിളികൾക്കും വെള്ളവും ഭക്ഷണവും ഒരുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ഭരണകൂടം കിളികളും കൂളാവട്ടെ ക്യാമ്പയിൻ ആരംഭിച്ചത്. വീടുകളിലും പരിസര പ്രദേശങ്ങളിലും കിളികൾക്കായി വൃത്തിയുള്ള പാത്രങ്ങളിൽ വെള്ളവും തീറ്റയും ഒരുക്കി ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കണം. കളക്ടറുടെ സോഷ്യൽ മീഡിയ പേജിൽ കൊടുത്ത പോസ്റ്ററിലെ QR സ്കാൻ ചെയ്ത് ഫോട്ടോ ചേർത്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പോസ്റ്റ് ചെയ്യുമ്പോൾ കിളികളും കൂളാവട്ടെ കളക്ടർ കോഴിക്കോട് എന്ന ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുകയും കളക്ടർ KKDയെ മെൻഷൻ ചെയ്യുകയും ചെയ്യണം. ദിവസേന തെരഞ്ഞെടുക്കുന്ന മികച്ച ചിത്രങ്ങൾ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ സാമൂഹ്യ മാധ്യമ പേജുകളുടെ പ്രസിദ്ധീകരിക്കും. പാമ്പുകടിക്കെതിരെ പ്രതിരോധവും സമയബന്ധിതമായ ചികിത്സയും പ്രധാനമെന്ന് മന്ത്രി വീണ ജോർജ്. താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും പാമ്പുകടി ചികിത്സയ്ക്കുള്ള ആന്റി സ്നേക്ക് വെനം ലഭ്യമാണ്. എല്ലാ ആശുപത്രികളും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം ചിറയൻകീഴിൽ
പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ ദിക്ഷൽ മരിച്ച സംഭവത്തിൽ DMO റിപ്പോർട്ട് തേടി. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വേണ്ട പരിഗണന ലഭിച്ചില്ലെന്ന അച്ഛന്റെ പരാതിയിലാണ് നടപടി. റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന് സൂപ്രണ്ടിനോട് DMO നിർദ്ദേശിച്ചു. അതേസമയം ദിക്ഷലിന്റെ സംസ്കാരം അഴൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മൂന്നാറിലേക്കുള്ള യാത്രാമധ്യേ സഞ്ചാരികളുടെ മനം കവരുന്ന മനോഹരമായ ഒരിടമാണ് ഇഞ്ചത്തൊട്ടി ഗ്രാമവും അവിടുത്തെ തൂക്കുപാലവും. പെരിയാറിന്റെ വിരിമാറിന് കുറുകെ വിസ്മയമായി നിലകൊള്ളുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ തൂക്കുപാലത്തിൽ ഒന്നായ ഇഞ്ചത്തൊട്ടിപ്പാലം സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് പകരുക. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. പെരിയാറിന്റെ ശാന്തമായ ഒഴുക്കിന് കുറുകെ പച്ചപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിംഹണി പോലെയാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. എറണാകുളം ജില്ലയിലെ കീരമ്പാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചാരുപാറയെയും കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ നടപ്പാലം വിനോദസഞ്ചാര ഭൂപടത്തിലെ മനോഹരമായ ഇടമാണ്. ഏകദേശം 185 മീറ്റർ നീളമുള്ള ഈ പാലം കേരളത്തിലെ തന്നെ വലിപ്പമേറിയ തൂക്കുപാലങ്ങളിൽ ഒന്നുമാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ ഡോക്ടർ MK റാം, ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അഡീഷണൽ ജില്ലാ കോടതി മറ്റന്നാൾ വിധി പറയും. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റാരോപിതരായവർ മുൻകൂർ ജാമ്യത്തിന് അർഹരല്ലെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് K അജിത് കുമാർ വാദിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 852 പോയിന്റ് താഴ്ന്ന് 77,664-ലും നിഫ്റ്റി 205 പോയിന്റ് താഴ്ന്ന് 24,173-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 800 രൂപ കുറഞ്ഞ് 1,12,600 രൂപയാണ് ഇന്നത്തെ വില. രാജ്യത്തുടനീളമുള്ള ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ സെക്രട്ടറി സുജാത ശർമ്മ. ഇതുവരെ 1.40 ലക്ഷം ടണ്ണിലധികം വാണിജ്യ LPG വിറ്റഴിക്കാൻ സാധിച്ചതായും അവർ പറഞ്ഞു. മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് സർക്കാർ ഉയർന്ന മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അസിം R മഹാജൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് നാളെ വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. 2027 സെൻസസുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തെ ജില്ലാ ഓഫീസർമാർക്കും ചാർജ് ഓഫീസർമാർക്കുമുള്ള 2ാം ബാച്ച് പരിശീലനം സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. സെൻസസിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് 2 ബാച്ചുകളിലായി ഏപ്രിൽ 25 വരെയാണ് പരിശീലനം. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഈ വർഷം ഹർജ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്നവർക്കായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി എറണാകുളം ജില്ലാ കളക്ടർ G പ്രിയങ്ക. ഇത്തവണ 8,341 തീർത്ഥാടകരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി യാത്ര തിരിക്കുക. കേരളത്തിന് പുറമെ ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും നെടുമ്പാശ്ശേരി ക്യാമ്പ് വഴിയാണ് പോകുന്നത്. ഈ മാസം 30-ന് ആദ്യ ഹജ്ജ് സംഘം യാത്ര തിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ 1ാം ഘട്ടത്തിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഇന്ന് നടന്നു. 5 മണിവരെ തമിഴ്നാട്ടിൽ 82.24%, പശ്ചിമബംഗാളിൽ 89.93% പോളിംഗ്. തൃശൂർ വെടിക്കെട്ടുപുര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരം ആചാരപരമായ ചടങ്ങുകൾ മാത്രമാക്കി നടത്താൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. വെടിക്കെട്ട് ഒഴിവാക്കി കുടമാറ്റം 15 മിനിറ്റ് മാത്രം. സംസ്ഥാനത്ത് കനത്ത ചൂടുയരും. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യത. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലും ആംബുലൻസുകളിലും സൂര്യാഘാതം നേരിടാനുള്ള പ്രഥമ ശുശ്രൂഷ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ DMO റിപ്പോർട്ട് തേടി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.